വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവജനം ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഫിലിപ്പിയർ 1:29 വായിക്കുന്നത്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടി നമുക്ക് വരം നൽകിയിരിക്കുന്നു. വിശ്വാസി കഷ്ടതകളിൽ സഹിഷ്ണുതയുള്ളവനായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നീതി നിമിത്തം നാം അനുഭവിക്കുന്ന കഷ്ടത നമ്മെ സൗഭാഗ്യവന്മാരാക്കുകയാണ് ചെയ്യുന്നത്. 1 പത്രോസ് 3:14. അതുകൊണ്ട് കഷ്ടങ്ങളുടെ മധ്യത്തിൽ വിശ്വാസിയുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം അനന്യമായിരിക്കണം. 1 പത്രോസ് 3:16 പറയുന്നത് വിശ്വാസി നല്ല മനസാക്ഷി ഉള്ളവനായിരിക്കണം എന്നാണ്. 1 പത്രോസ് 2:11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നാം സാമൂഹ്യ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ചുമതലകളും പ്രമാണങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ എന്ന സ്നേഹവും വാത്സല്യവും നിറഞ്ഞ സംബോധനയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ദൈവത്തിന് വീണ്ടും ജനിച്ചവർ പ്രിയ മക്കളാകുന്നു. ഇവിടെ നാം പ്രവാസികളും പരദേശികളുമാണ്. നാം സ്വർഗീയ പൗരന്മാരാണ്. എങ്കിലും അല്പകാലം ഭൂമിയിൽ പരദേശികളായി കഴിയുന്നു. നാം ഈ ബോധത്തോടുകൂടി ഭൂമിയിൽ നിവർത്തിക്കേണ്ട ഒരു 4 പരിപാടി 17 വാക്യത്തിൽ നൽകിയിരിക്കുന്നു. 1. എല്ലാവരെയും ബഹുമാനിക്കണം. ലോകം പല കാര്യങ്ങളിലും പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും പല മേഖലകളിലും മനുഷ്യൻ്റെ വ്യക്തിത്വം അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. പരസ്പരം ബഹുമാനിക്കുവാനും ആദരിക്കുവാനും മനുഷ്യൻ തയ്യാറാകുന്നില്ല. മക്കൾ പോലും മാതാപിതാക്കന്മാർക്ക് നൽകേണ്ടുന്ന ബഹുമാനം ഇന്ന് നൽകുന്നില്ല. റോമൻ സാമ്രാജ്യത്തിൽ അന്ന് നിലനിന്നിരുന്ന പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയതെങ്കിലും ഇന്നും ഇത് പ്രസക്തമാണ്. അന്ന് റോമൻ സാമ്രാജ്യത്തിൽ ധാരാളം അടിമകൾ ഉണ്ടായിരുന്നു. അവർ വെറും വിൽപ്പന ചരക്കുകൾ മാത്രമായിരുന്നു. അന്നത്തെ സമൂഹം അവരെ വിലപിച്ചിരുന്നില്ല. ഇന്നും അത് തുടരുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ലോകത്തോടുള്ള ക്രിസ്തു മാർഗത്തിൻ്റെ സന്ദേശമാണ് ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലാണ് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ രക്തം നൽകി പാപത്തിൽ നമ്മെ വീണ്ടെടുത്ത് അവൻ്റെ മക്കളാക്കിയിരിക്കുകയാണ്. അതിനാൽ എല്ലാവരും ഒരുപോലെ ദൈവം മുൻപാകെ വിലയുള്ളവരാണ്. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ നിലയും വിലയുമുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും വ്യക്തിത്വത്തെ മാനിക്കുക എന്നത് നമ്മളുടെ കടമയാണ്. നാം ക്രിസ്തുവിൻ്റെ പ്രിയമക്കളാകുകയാൽ എല്ലാവരെയും വർഗവർണ്ണ വ്യത്യാസം കൂടാതെ ബഹുമാനിക്കുകയും ആദരവുകൾ നൽകുകയും വേണം. വിശ്വാസികളുടെ ഇടയിൽ ഒരിക്കലും മുഖപക്ഷത്തിന് സ്ഥാനം ഇല്ല. 2. എല്ലാവരെയും സ്നേഹിക്കണം. കർത്താവ് നമുക്ക് നൽകിയ കൽപ്പനയുടെ ചുരുക്കമാണ് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം, നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നത്. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല എന്ന കർത്താവ് പറഞ്ഞത്. ക്രിസ്തു സഭ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കുടുംബമാണ്. കുടുംബാംഗങ്ങളായ നാം നമ്മളുടെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കാതിരിക്കുന്നത് കർത്താവ് നൽകിയ കൽപ്പനയുടെ ലംഘനമാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അവിടെയാണ് യഹോവ അനുഗ്രഹവും ശാശ്വതവുമായിട്ടുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. സങ്കീർത്തനം 133 1-3 വാക്യങ്ങൾ. സ്നേഹം സഹോദരന്മാരുടെ കുറവുകളെ കൊട്ടിഘോഷിക്കാതെ അവരുടെ നന്മകൾ കണ്ട് സന്തോഷിക്കും. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. 1 യോഹന്നാൻ 4:7-8 വാക്യങ്ങൾ. 3. ദൈവത്തെ ഭയപ്പെടണം. ഭയം എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് ഭയഭക്തി, ഭക്തി, കൂറ് തുടങ്ങിയ അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. ദൈവഭക്തിയിൽ അടിസ്ഥാനപ്പെട്ട മനുഷ്യ സ്നേഹത്തിന് മാത്രമേ നിലനിൽപ്പ് ഉള്ളൂ. ദൈവത്തോടുള്ള ഭക്തിയിൽ ദൈവത്തെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് സഹോദരനുള്ള കടമ പൂർണ്ണമായി നിറവേറ്റപ്പെടുവാൻ കഴിയൂ. 4. രാജാവിനെ ബഹുമാനിക്കണം. പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ ക്രൂരനായ നീറോ ആയിരുന്നു റോമാ സാമ്രാജ്യത്തിൻ്റെ തലവൻ. ക്രൂരനായ നീറോയെയും ബഹുമാനിക്കുക എന്ന ഇവിടെ പറയുന്നത്. വിശ്വാസികൾ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങുന്നവർ ആയിരിക്കണം. നിയമങ്ങൾ കർത്താവിൻ നിമിത്തം അനുസരിക്കണം.
എന്തുകൊണ്ടെന്നാൽ സകല അധികാരങ്ങളും ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്. റോമാലേഖനം 13:1. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിൽ മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അതിൽ നല്ലവരും ദുഷ്ടന്മാരും ഉണ്ടായിരിക്കാം. എങ്കിലും അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോടാണ് മറുക്കുന്നത്. റോമാലേഖനം 13:2 ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും ദുഷ്ടതയ്ക്ക് മറയാക്കുവാൻ പാടില്ല. വിശ്വാസി സമരം നടത്തി അവകാശങ്ങൾ നേടിയെടുക്കുന്നവരാകരുത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഭരണാധികാരികൾക്ക് കർത്താവിൻ നിമിത്തം കീഴടങ്ങി നമ്മുടെ ക്രിസ്തീയത്വം വെളിപ്പെടുത്തുകയാണ് വേണ്ടത്. നന്മ ചെയ്തുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവരുടെ ഭോഷത്വം മിണ്ടാതാക്കുവാൻ നമുക്ക് കഴിയണം. നികുതി കൊടുക്കേണ്ടുന്നവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടുന്നവന് ചുങ്കം, ഭയം കാണിക്കേണ്ടുന്നവന് ഭയം, മാനം കാണിക്കേണ്ടുന്നവന് മാനം. റോമർ 13:7. കർത്താവേ, എല്ലാവരെയും സ്നേഹിപ്പാനും ബഹുമാനിപ്പാനുമുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ.